നമുക്കിന്ന് ഒരു സ്പെഷ്യൽ പോളയുടെ റെസിപ്പി ആയാലോ? നമുക്ക് പെരി പെരി എഗ്ഗ് പോളയുടെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണുക. മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പെരി 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 എഗ്ഗ് പോളയുടെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ഇഫ്താർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കൂടുതലായിട്ട് ചെറുതാക്കരുത്. 4 പീസസ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ. അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല എരിവുള്ള ഒരു 6-7 മുളക് എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു സവാളയുടെ പകുതി, പിന്നെ ഒരു 3 വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുനാരങ്ങ കയ്യിലുണ്ടെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്താൽ മതി. എന്നിട്ടൊരു 3 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ നമുക്കിത് നല്ല ഫൈനായിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം വെള്ളമൊന്നും ചേർത്ത് നിങ്ങൾ അരക്കരുത്, അല്ലാതെ തന്നെ ആ ഒരു വിനാഗിരിയും ആ ഒരു ഓയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് അരഞ്ഞു വരും. അപ്പോൾ അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനിയും മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ ഓയിൽ, ഒരു 1.5 ടീസ്പൂൺ ഓയിൽ വരും. അതിലൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും, പിന്നെ നമ്മുടെ തക്കാളിയുടെ ആ കുരുവൊക്കെ കളഞ്ഞിട്ട് പുറത്തുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ടേ. ഒരു 10-25 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്കാണ് നന്നായിട്ട് വാടിക്കിട്ടും. ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. ഇനി നമുക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു റോ മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി അതിൻ്റെ ഒരു മസാലയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു റോ മണമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഈ ഒരു മസാല ഒന്ന് പുരട്ടിയെടുക്കുക, ഒന്ന് എല്ലായിടത്തും യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റായിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പം ഓൾറെഡി നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ നല്ല എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് കേട്ടോ. മുട്ട ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കുക. അതവിടെ ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. മൈദപ്പൊടിയുടെ അളവ് എന്ന് വെച്ചാൽ കറക്റ്റ് 1 കപ്പ് നിറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ എല്ലാത്തിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. കുറവ് മതിയെങ്കിൽ കുറച്ച് അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1.25 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ പാൽ ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് ചെറിയൊരു കപ്പിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അതും കൂടി ചേർത്തിട്ട്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നോളും. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോളയൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. എയർ ഹോളൊക്കെ അടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് സിമ്മിൽ വെച്ചൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ അരികു വശമൊക്കെ ഒന്ന് വെന്ത് വരുന്ന ആ പരുവത്തിലാകുമ്പോൾ അടപ്പൊന്ന് തുറന്നിട്ട് നമ്മുടെ മസാല കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. സൈഡിലാവാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ബാക്കി വന്ന ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഫില്ലേ സൈഡിൽ കവർ ചെയ്യാത്ത രീതിയിൽ വേണം മസാല വെച്ച് കൊടുക്കാനായിട്ട്. ഇത് നമ്മുടെ ബാക്കി വന്ന ആ ഒരു മിക്സും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഡയറക്റ്റ് അടുപ്പിലേക്ക് വെക്കാതെ അതിൻ്റെ അടിഭാഗത്ത് ഒരു പഴയ എന്തെങ്കിലും എന്താ പറയുക, ദോശക്കൽ അങ്ങനെയൊക്കെയുള്ള കട്ടിയുള്ള പാത്രങ്ങൾ ഉണ്ടാവില്ലേ, അതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റായിട്ട് ഞാനിപ്പോൾ ഇച്ചിരി മല്ലിയില അരിഞ്ഞതും നമ്മുടെ ചില്ലി ഫ്ലക്സ് അതും കൂടെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്താലും മതി കേട്ടോ. ഇനി ഞാൻ അടിയിലൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഏറ്റവും സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം, അത്രയേ ആയിട്ടുള്ളൂ. അപ്പം നമുക്കിന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മോൾഭാഗം അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മോൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെരി പെരി എഗ്ഗ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.